ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു അപ്സരയ്ക്ക് നേരിടേണ്ടി വന്നത്. അപ്സര പുറത്തു പോകുമെന്നുള്ളത് അപ്സര മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു. അപ്സര അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അവിടെ 4 പേര് നിന്നത് ജാസ്മിൻ, അപ്സര, അഭിഷേക്, ജിൻഡോ എന്നിവരായിരുന്നു. അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമെന്ന് പറയുന്ന സമയത്ത് ഒരിക്കൽ പോലും അവിടെ അപ്സരയാവുന്ന ചിന്തിച്ചിട്ടില്ല. അപ്സര എവിക്റ്റഡ് എന്നുള്ള ആ കാർഡ് എടുക്കുന്ന സമയത്ത് അപ്സരയുടെ മുഖത്തുള്ള ആ ഷോക്കിംഗ് നമുക്കവിടെ കൃത്യമായിട്ട് കാണാമായിരുന്നു. അപ്സര പക്ഷെ കരയാതെ എല്ലാവരുടെ അടുത്തും വളരെ നന്നായിട്ട് യാത്ര പറയുന്നുണ്ടായിരുന്നു. എല്ലാവരോടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് ആരുടെ അടുത്തും പരിഭവമോ പിണക്കമോ വഴക്കോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ ടാസ്കുകൾ, ഈ വീട് ഒക്കെ എനിക്ക് മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും എന്ന് പറഞ്ഞ് അവസാനം ആ പടിയിറങ്ങുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് അപ്സര ഒന്ന് കരയുന്നത് കണ്ടത്. ബാക്കി എല്ലാവരോടത്തും നല്ല രീതിയിൽ അവിടെ യാത്ര പറയുന്നുണ്ടായിരുന്നു. അവിടെ കരയുന്നുണ്ടായിരുന്നു അർജുൻ മാത്രം. അർജുൻ അപ്സരയായിട്ട് നല്ലൊരു കോൺടാക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടും, ഇടയ്ക്കിടയ്ക്ക് പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തോ അപ്സര പോയ സമയത്ത് അവിടെ ഇരുന്ന് അർജുൻ മാത്രം കരയുന്നുണ്ടായിരുന്നു. ഞാൻ പോയാൽ ഇത്രയും വിഷമമില്ല, എനിക്ക് അല്ലാതെ എൻ്റെ കൂടെയുള്ളവർ പോകുന്ന സമയത്ത് എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്നവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാണോ നിങ്ങൾ പറഞ്ഞത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ പോവുമെന്ന് ഇതാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് അവിടെ ശ്രീധി ചോദിക്കുന്നുണ്ട്. അവിടെ ശരിയാണ്, എല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് വേറെ പലരെയുമാണ്. ഒരിക്കലും അപ്സരയെ ആരും വിചാരിച്ചിരുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയായിരുന്നു അപ്സരയുടേത്.